ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ രാത്രിയിലുള്ള നൈറ്റ് റൂട്ടീൻ എന്തൊക്കെയെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചോറിനെല്ലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളിൽ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ പാത്രം കഴുകുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു പാത്രം കഴുകാളയത്തുനിന്ന് ഒരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ. പിന്നെ വേസ്റ്റൊക്കെ അയക്കി ഇങ്ങനെ എടുത്തിട്ടിട്ട് പിന്നെയാണ് പാത്രം കഴുകുക. അപ്പോൾ വല്ലാതെ നമുക്ക് വാഷ് ബേസിൽ നിന്ന് ഇങ്ങനെ മണമൊന്നും വരില്ല. കറി വെച്ചതിൻ്റെയൊക്കെ സൈഡിൽ കൂടെയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ ഞാൻ കഴുകിയിട്ട് ഒരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചിട്ടോ. പിന്നെ നമ്മുടെ അടുപ്പ്, ഗ്യാസ് അടുപ്പും പിന്നെ ചുമരും ഒക്കെ നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഗ്യാസിൽ നമ്മൾ സാധനങ്ങൾ വെക്കുമ്പോഴേ ഇങ്ങനെ കടുകൊക്കെ പൊട്ടുമ്പോഴൊക്കെ എണ്ണയൊക്കെ നല്ലപോലെ ചുമരുമ്പൊക്കെ തെറിച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ വെള്ള ടൈൽസും കൂടി ആയതുകൊണ്ട് നല്ലപോലെ അവിടെ അങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും മഞ്ഞ കളറായിട്ട്. അത് ദിവസവും തുടച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് അവിടെ അങ്ങനെ ഒട്ടിയിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ സ്ലാബിൻ്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ നല്ലപോലെ സോപ്പിട്ട് കഴുകിയിട്ട് പിന്നെ ഈ വൈപ്പറും കൊണ്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഒരു നമ്മൾ തുണിയും കൊണ്ട് തുടക്കിനേക്കാട്ടിലും നല്ലപോലെ ക്ലിയർ ആയി കിട്ടും. പിന്നെ പാത്രങ്ങൾ കഴുകാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചപ്പോൾ ഞാനിത് കൈയോടെ എടുത്ത് വയ്ക്കുകയും കൂടി ചെയ്തു കേട്ടോ. സ്പൂണ്, ഗ്ലാസ് അങ്ങനെയുള്ളതൊക്കെ ഈ ഭാഗത്തും മറ്റുള്ള പാത്രങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ വെക്കാറുള്ളത്. അതൊക്കെ വെക്കൽ കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ വേസ്റ്റ് ഇടുന്ന പാത്രം കണ്ടോ, ആ പാത്രത്തിൽ നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വല്ലാതെ നമുക്ക് വാഷ് ബേസിൽ വേസ്റ്റ് കിടക്കില്ല. ഞാനതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം വാതിൽ തുറന്നിട്ട് വേസ്റ്റ് പുറത്ത് കൊണ്ടുപോയി കളയാൻ കേട്ടോ. നമുക്ക് ഒരുപാട് തൊടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ദൂരത്ത് കൊണ്ടുപോയി കളയാലോ. അപ്പോൾ വല്ലാതെ മണമൊന്നും വീട്ടിലേക്ക് വരില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കളഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ അടുപ്പുള്ള അവിടുത്തെ സ്ലാബ് ഉണ്ടല്ലോ, അതും ഇതേപോലെ സോപ്പിട്ട് കഴുകിയിട്ട് പിന്നെ തുടച്ചെടുക്കാൻ കേട്ടോ. നമ്മൾ ഹാൻഡ് വാഷ് ഉണ്ടല്ലോ, അത് ഞാൻ വെള്ളം ഒഴിച്ച് നീട്ടി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിട്ടിട്ടാണ് കഴുകിയെടുക്കുന്നത്. പിന്നെ അതും വൈപ്പർ വെച്ച് തുടച്ചെടുത്തിട്ട് പിന്നെ ഒരു തുണിയും കൊണ്ട് തുടച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുപ്പിൻ്റെ മുകളിലത്തെ റിങ് ഉണ്ടല്ലോ, അതും ഞാൻ രാത്രി തന്നെ കഴുകി വയ്ക്കും കേട്ടോ. പിന്നെ അടുപ്പിൻ്റെ മുകൾ ഭാഗവും കഴുകലും വെണ്ണീർ കോരലും രാവിലെയാണ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ സോപ്പും ഒക്കെ ഒന്ന് നല്ലപോലെ കഴുകി വെച്ചു. സോപ്പും പിന്നെ സോപ്പിലിടുന്ന നമുക്ക് കഴുകുന്നതുണ്ടല്ലോ, അപ്പോൾ അതും കൂടി നമ്മുടെ സ്പോഞ്ച് ഉണ്ടല്ലോ അതും കൂടി നല്ലപോലെ കഴുകി വെച്ചില്ലെങ്കിൽ ഒരു മണം വരും കേട്ടോ. പിന്നെ ഞാൻ അവിടെയൊക്കെ തുടച്ചിട്ടുള്ള തുണിയില്ലേ, അതും നമ്മുടെ ഹാൻഡ് വാഷ് ഞാൻ വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നല്ലപോലെ കഴുകിയെടുത്തു. പിന്നെ അടുപ്പിൻ്റെ മുകളിലുള്ള റിങ്ങാണ് കേട്ടോ, അതും കഴുകി വെച്ചു. അത് രാത്രി തന്നെ കഴുകി വയ്ക്കുന്നത്. രാവിലെ നമ്മൾ കഴുകുമ്പോൾ അതിൽ ചെറിയ നനവുണ്ടാവില്ലേ, പിന്നെ തീ കത്തിക്കുമ്പോൾ കരിവെള്ളം ഇങ്ങനെ ഒഴുകും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മെയിൻ പരിപാടി നമ്മുടെ വാഷ് ബേസ് നല്ലപോലെ കഴുകി വൃത്തിയാക്കും. രാവിലെ ഉച്ചയ്ക്കൊക്കെ പാത്രം കഴുകുമ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകുകയേ ചെയ്യുള്ളൂ. രാത്രിയാണ് നല്ലപോലെ കഴുകി വൃത്തിയാക്കുന്നത്. പിന്നെ നമ്മുടെ പൈപ്പ് ഉണ്ടല്ലോ, അതും നല്ലപോലെ ഒന്ന് കഴുകിയിട്ടോ. സ്റ്റീലിൻ്റെ പൈപ്പാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നമ്മൾ കഴുകുമ്പോൾ നല്ലപോലെ വൃത്തിയായി വരും കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ വെറുതെ കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാ ഭാഗവും ഞാൻ രാത്രി ഒന്ന് അടിച്ചു വാരിയിടും, രാവിലെ വേഗം തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹാളും റൂമൊക്കെ അടിച്ചു വാരിയിട്ട് അടുക്കളയും കൂടി അടിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ. പിന്നെ രാത്രി കുപ്പ പുറത്തേക്ക് കളയാൻ പറ്റില്ല പറയാം, അപ്പം ഞാനത് പുറത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. പിന്നെ വാതിലൊക്കെ അടച്ച് നമ്മുടെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ വെള്ളമൊക്കെ കുടിച്ച് കിടക്കാൻ പോകാൻ വേണ്ടി തുടങ്ങായിരുന്നു. അപ്പോഴാണ് നമ്മൾ കഴുകി വെച്ചുള്ള തുണിയില്ലേ, അത് അവിടെ ഉണങ്ങാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൈയൊക്കെ ഞാനൊന്ന് ഹാൻഡ് വാഷ് ഇട്ടിട്ട് കഴുകി പിന്നെ രാവിലേക്ക് കടലെന്തെങ്കിലും വെള്ളത്തിലിടാണ്ടോന്ന് നോക്കിയിട്ട് അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അടുക്കള മൊത്തം ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബായിരിക്കും. അപ്പം അങ്ങനെ ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്